എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നിയ അല്ലെങ്കിൽ ഒരു ഏതൊരാൾക്കും ഇപ്പോൾ ഓണ്ടർപ്രണർ ആയിക്കോട്ടെ, അതല്ല ഇനിയൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം എനിക്ക് അതിനെ കൊണ്ട് കുറച്ച് റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ്. സോ ആ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഹാബിറ്റ്സ് ഞാനിപ്പം കുറേ ആയിട്ട് ഞാൻ ഇങ്ങനെ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാൻ ഞാനിപ്പം എൻ്റെ ടീമിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഇടയിലൊക്കെ ഞാൻ സംസാരിക്കാറോ പറയാറോ ഉണ്ട്, അവർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന്. സോ ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഹാബിറ്റ്സ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ എന്തായാലും ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള കുറച്ച് ഹാബിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് വേക്കപ്പ് ഏർലി എന്നുള്ള, അതായത് കുറച്ച് നേരത്തെ എണീക്കാം. അതായത് നേരത്തെ എണീക്കുമ്പോൾ എനിക്ക് ഫീൽ ആയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രാവിലെ തന്നെ ഏർലി മോർണിംഗ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം കിട്ടുന്ന പോലെ ഉണ്ടാവും. അതായത് ഒരുപാട് സമയം കിട്ടും, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റിയും കൂടി കിട്ടും. ഞാൻ ബേസിക്കലി ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടായിരിക്കും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാം. മേ ബി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്യലാവാം. പക്ഷേ ഞാനൊരു ഫീൽ ചെയ്ത ഒരു കാര്യം പറയാം. മേ ബി ഇത് മിത്തോ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് ഫീൽ ആയ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ആ രാവിലെ സമയം കുറച്ചുകൂടി അഗ്രസീവായി ചെയ്തിട്ട് എനിക്ക് നല്ല കൂടുതൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തേത്, അങ്ങനെ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം മെല്ലെ മെല്ലെ വന്നു വരും. രണ്ടാമത്തെ കാര്യം, ഞാൻ റീസെന്റ് ആണെങ്കിലും എല്ലാവരും ചെയ്യേണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്തെങ്കിലും എക്സസൈസിലോ എന്തെങ്കിലും ജിമ്മിൽ പോവേ, ബോക്സിങ്ങിന് പോവേ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഒരു എക്സസൈസ് ഹെൽത്തും കൂടി നോക്കുക. കാരണം ഞാൻ ബേസിക്കലി ഹെൽത്ത് ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും മേ ബി ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് ഒന്നും ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ഉൾക്കൊണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് നോക്കി ഇത് കഴിഞ്ഞിട്ട് അത് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മേ ബി നടക്കണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ത്രൂ ഔട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് നമ്മളെ ഹെൽത്ത് കുറച്ചുകൂടി അഗ്രസീവ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ഡേ ടു ഡേ ഹെൽത്ത് റിലേറ്റഡ് ഒരു എക്സസൈസ്, ചെറിയൊരു എക്സസൈസ് എങ്കിലും എന്താക്കുക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ മോർണിംഗ് എണീച്ച് ആ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈമിംഗ് അവിടെ കിട്ടും. ഒരു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ദിവസത്തെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, തലേ ദിവസം ഇരുന്നിട്ട് നാളത്തേക്കുള്ള പ്ലാൻ വർക്കൗട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇന്ന് ഇരുന്നിട്ട് ഇന്നത്തെ കാര്യങ്ങൾ, ഇപ്പോൾ മോർണിംഗ് തന്നെ ഇരുന്നിട്ട് മോർണിംഗത്തെ തൊട്ട് ഇന്നത്തെ ഡേ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താക്കാം മാനേജ് ചെയ്യാം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം അതിനുശേഷം നമ്മൾ ഒരു ഡേന്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്തു, സെറ്റപ്പ് ആക്കി. അപ്പം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, ഇന്ന് എത്ര മീറ്റിംഗ്സ് ഉണ്ട്, എത്ര കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. സോ സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നേക്കാം, എന്നാലും നമുക്കൊരു ബേസിക് സ്ട്രക്ചർ, ബേസിക് ഐഡിയ കിട്ടും ഇന്നത്തെ ദിവസം എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. പിന്നെയുള്ള അടുത്തൊരു സെറ്റ് ഓഫ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 ദിവസം, ഒരു വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീക്ക് ചെയ്ത കാര്യങ്ങളെ എൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യും. എന്തിനാ ഈ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയില്ല നമ്മൾ എവിടെയാണ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രോത്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുതിയ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതിന് വേണ്ടി അത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണലി ചെയ്യണമെങ്കിൽ ഇപ്പോഴുള്ള കാര്യത്തിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടണം. അപ്പം ഞാൻ ഒരു ഡേ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡേ എടുത്തു, ഞാൻ മോർണിംഗ് ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇത്ര മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു, ഇത്ര ചെയ്തു. നെക്സ്റ്റ് ഡേ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ആ ഒരു വീക്ക് ഞാൻ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മേ ബി ഞാൻ ഇത്ര കാര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ ഒരു സമയം ഇവിടെ പോയി, എനിക്കെന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിന് ഞാൻ എന്തിന് ഇത്ര സമയം എടുത്തു എന്നുള്ള രീതിയിൽ ഞാൻ സ്വയം ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ മറ്റുള്ളവരെ പ്രശ്നങ്ങൾ കൂടുതൽ പറയുന്ന നേരം കൊണ്ട് നമ്മളെ പ്രശ്നം ഒന്നുകൂടി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നി. ഇതൊരു ഹാബിറ്റ് ആയിട്ട് എടുത്തിട്ട് അന്ന് തന്നെ ഞാൻ എന്താക്കും, ഇപ്പം ഇന്നൊക്കെ എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ഞാൻ നോക്കും എൻ്റെ ടീമിന് ഇനി വേറെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അവർ ഇന്ന് എന്താ ചെയ്തത്, ഇനി എങ്ങനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇത് ഡേ ടു ഡേ നമ്മൾ
നമ്മൾ അപ്ഡേറ്റഡ് ആവും. അപ്ഡേറ്റഡ് ആക്കണം. അപ്പോഴാണ് നമുക്ക് എന്താക്കാൻ പറ്റുക, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഇത് എനിക്ക് ഈ ഒരു ഹാബിറ്റ്സ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നി. അതായത് ഒന്ന് നേരത്തെ എണീക്കുക, രണ്ടാമത് നിങ്ങളൊരു എക്സസൈസും കാര്യങ്ങളും ടേക്ക് പാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മൂന്നാമത്തെ ആ ഡേന്റെ പ്ലാനിങ് ഒന്ന് ഒരു ജസ്റ്റ് ബ്രീഫ് ആയിട്ടെങ്കിലും ഒരു പ്ലാൻ ചെയ്യുക. നാലാമത്തത് കംപ്ലീറ്റ്ലി ആ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളെ പേഴ്സണലി ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഒരുപാട് ഹാബിറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തോളൂ, നിങ്ങളെ ആസ് എ പ്രൊഫഷണലോ ഫൗണ്ടറോ ആരാണെങ്കിലും ശരി, നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതിൽ എനിക്ക് അത്രത്തോളം ഒരു ഷുവർട്ടി ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് എന്താക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു.